പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. പെട്ടെന്ന് വലിയ ശബ്ദത്തിൽ ഇടിവെട്ടിയതും മിത്ര പേടിയോടെ ഡെവിയെ അള്ളിപ്പിടിച്ച് അവനോട് ചേർന്ന് നിന്നു. ദേഹത്തോട് ദേഹം ഇഴുകി ചേർന്നതും ഇരുവരുടെയും ഉള്ളിലൂടെ വേഗത്തിലൊരു മിന്നൽ പാഞ്ഞുപോയതും മിത്രം മുഖമൊയ്ത് ഡെവിയെ നോക്കി. തന്നെ നോക്കി നിൽക്കുന്ന ഡെവിയുടെ കണ്ണിലെ കാന്തികതയിൽ അലിഞ്ഞ് അവിടെ നിന്നു. ആദരങ്ങളിൽ അതിരം ചേർന്നതും മിത്രയൊന്ന് വെറിച്ചു. ഡെവിയോട് ചേർന്ന് നിന്ന് കൈകൾ കൊണ്ട് അവൻ്റെ പുറത്ത് അള്ളി പിടിച്ചു. ഇരുവരും ആസ്വദിച്ച അതിരങ്ങൾ മൃദുവായി പതിയെ നുണഞ്ഞു. മഴയുടെ ശക്തി കൂടിയതും ദേഹത്തേക്ക് തുളഞ്ഞു കയറുന്ന തണുപ്പിൽ മിത്ര കൂടുതൽ ഡേവിഡിനോട് ചേർന്ന് നിന്നു. ഡേവി മിത്രയെ വലിഞ്ഞു മുറുക്കി ചുമരോട് ചേർത്ത് അവളുടെ ദേഹത്ത് അയഞ്ഞിഴഞ്ഞു കിടക്കുന്ന നേരിയത് അവളിൽ നിന്നും മടത്തി മാറ്റി അവളിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു. ഡെവിയുടെ അനക്കമൊന്നുമില്ലാതെ വന്നതും മിത്ര പതിയെ കണ്ണു തുറന്ന് അവനെ നോക്കിയതും തന്നെ വെടിവിട്ടാതെ നോക്കി നിൽക്കുന്നവരെ കണ്ട് അവളുടെ കവിളകൾ നാണം കൊണ്ട് ചുവന്നു തീർത്തു. തൻ്റെ കോലമോർത്തതും ഡെവിയെ നോക്കാനാകാതെ മിത്ര മാറിന് കുറുകെ കൈകൾ പിണച്ചു വെച്ചതും ഡേവിഡ് ബലമായി മിത്രയുടെ കൈകൾ എടുത്തു മാറ്റി അവളുടെ കൈകളിലേക്ക് കുരുത്തു പിടിച്ച് ഭിത്തിയോട് ചേർത്തു. എന്തിനാ ദേവ നിനക്ക് ഇത്ര നാണം? മിത്രയുടെ മുഖത്തിലെ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പതിയെ ഡെവി ചോദിച്ചതും മിത്ര ഒന്നും മിണ്ടാതെ ചുവന്നു തോർത്ത മുഖം ഉയർത്തി അവനെ നോക്കി. ഇച്ചയ. കുറച്ചു നേരം മിത്ര ഡെവിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവന്റെ കഴുത്തിലൂടെ കൈ ചുറ്റി അവനെ തന്നിലേക്ക് അണച്ചുകൊണ്ട് വിളിച്ചു. ഡെവി മിത്രയെ ചുറ്റിപ്പിടിച്ച് അവളുടെ അഴിഞ്ഞെടുക്കുന്ന മുടിയിലേക്ക് മുഖം വീഴ്ത്തി കാച്ചനയുടെ സുഗന്ധം ആവാഹിച്ചുകൊണ്ട് മൂടി. എനക്കൊന്നെ റൊമ്പ പിടിക്കും, ഐ ലവ് യു ഇച്ചായ. മിത്ര ഡെവിയുടെ മുഖം ഉയർത്തി അവന്റെ മൂക്കിൻ തുമ്പിൽ കടിച്ച് കുസൃതി ചിരിയോടെ പറഞ്ഞു. ആണോ? ഡെവിയും തിരിച്ച് മിത്രയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. മിത്ര അവന്റെ കവളിൽ മാറി മാറി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. എനക്ക് നിന്നെ റൊമ്പ പിടിക്കും, ഐ ലവ് യു ടു ദേവാ. മിത്ര പറഞ്ഞത് കേട്ട് അവളുടെ കവളുകളിൽ മൂക്കിട്ട് രസിക്കൊണ്ട് ചിരിയോട് അതിലേറെ പ്രണയത്തോട് ഡേവിഡ് പറഞ്ഞു. എനക്ക് തെരയും, നിങ്ങൾ അപ്പോഴത്തെ എന്നെ പാക്കറയെന്ന്. മിത്ര ഡെവിയുടെ മുഖത്തേക്കെല്ലാം ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞു. എന്താണ് വെച്ച് പതിവില്ലാതെ സംസാരത്തിൽ തമിഴൊക്കെ വരുന്നുണ്ടല്ലോ. ഡെവിയുടെ ചോദ്യം കേട്ടതും മിത്ര കുറുമ്പോടെ ചിരിച്ച് പെരുകളിൽ കുത്തിയുയർന്ന് പൊങ്ങി അവൻ്റെ അതിരങ്ങൾ വായിലാക്കി നുണയാൻ തുടങ്ങിയതും ഡേവിഡ് എതിർക്കാതെ അവൾക്ക് വിധിയായി നിന്നു. കുറച്ചു കഴിഞ്ഞതും അവൾ തളർന്നെന്ന് മനസ്സിലായതും അവൾ തുടങ്ങി വെച്ച ചുംബനം ഡെവി ഏറ്റെടുത്ത് അവളെ വരിഞ്ഞു മുറുക്കി ചുംബിക്കാൻ തുടങ്ങി. ഓർഡർ ചെയ്ത് വരുത്തിയ ഭക്ഷണം ഒരു തരി പോലും വേസ്റ്റാക്കാതെ കഴിച്ചു തീർത്ത രാധികര് ധ്യാന അത്ഭുതത്തോടെ നോക്കി. എന്താ?
ധ്യാനിന്റെ നോട്ടം കണ്ട് സ്ട്രോ വെച്ച് ജ്യൂസ് കുടിച്ചിരുന്ന രാധ ധ്യാനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, ഇനി എന്തെങ്കിലും വേണോ? ധ്യാൻ വെറുതെ കളിയായി രാധനോട് ചോദിച്ചു. ഇപ്പം ഇത് മതി. അത് പറഞ്ഞ് രാധ സ്ട്രോ എടുത്ത് കളഞ്ഞ് ജ്യൂസ് ഒറ്റവർക്ക് കുടിച്ചു. അപ്പോഴേക്കും വെയിറ്റർ ബില്ല് കൊണ്ടുവച്ചതും ധ്യാൻ അതെടുത്ത് നോക്കിയതും അവൻ ബില്ലിനെയും രാധുവിനെയും മാറി മാറി നോക്കിയതും രാധ ധ്യാനിന്റെ മിഴിച്ചുള്ള നോട്ടം കണ്ട് അവന്റെ കയ്യിൽ നിന്നും ബില്ല് വാങ്ങി നോക്കിയതും അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു. ഇവിടെ എല്ലാത്തിനും നല്ല റേറ്റാണെന്ന് തോന്നുന്നു. ധ്യാനിനെ ഇടം കണ്ടിട്ട് നോക്കി അതും പറഞ്ഞ് വേഗം കൈ വാഷ് ചെയ്യാൻ പോയതും ബില്ല് പോക്കറ്റിലേക്കിട്ട് ധ്യാനും വാഷ്റൂമിലേക്ക് പോയി. ക്യാഷ് കൊടുക്കല്ലേ, ഇതും ഉണ്ട്. കൗണ്ടറിലെത്തി ബില്ല് പേ ചെയ്യാൻ നേരം രാധുവിന്റെ ശബ്ദം എടുത്തിട്ട് നോക്കിയ ധ്യാൻ കാണുന്നത് പലതരം ലേസിന്റെ പാക്കറ്റും പോപ്കോണും ഫാമിലി പാക്ക് ഐസ്ക്രീമും എല്ലാം പിടിച്ച് തൻ്റെ അടുത്തേക്ക് വരുന്ന രാധുവിനെയാണ്. ഇങ്ങനെ പോയാലേ അധികം വൈകാതെ വീടിന്റെ ആധാരത്തിൽ ഞാൻ പണയം വെക്കേണ്ടി വരും. രാധവിന്റെ കയ്യിലുള്ളത് കൂടി കണ്ടത് ധ്യാൻ മനസ്സിൽ പറഞ്ഞൊന്നുണ്ട് വീർപ്പിട്ട് ബില്ല് പേ ചെയ്തിരുന്നു. കാറിൽ കയറിയിരുന്നതും രാധ ധ്യാനിന് വേണമെന്ന് പോലും ചോദിക്കാതെ കഴിക്കാൻ തുടങ്ങിയിരുന്നു. വണ്ടി കുറച്ച് മുന്നോട്ട് പോയതും മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. മഴയത്ത് ഇതിനൊപ്പം നല്ല ചൂട് ചായ കൂടി കിട്ടിയിരുന്നെങ്കിൽ. കാറിന്റെ ഗ്ലാസ് താഴ്ത്തി മഴ ആസ്വദിച്ച് കയ്യിലെ പോപ്കോൺ കഴിച്ചുകൊണ്ട് രാധു പറഞ്ഞതും ധ്യാനിത് എന്ത് ജീവിതം കണക്കി അവളെ തന്നെ നോക്കി. എല്ലാം കഴിച്ചു കഴിഞ്ഞതും രാധു വീണ്ടും എയർപോർട്ട് ചെവിയിൽ വെച്ച് പാട്ട് കേട്ട് കണ്ണടച്ച് കിടന്നു. ഇവളെന്താ കുംഭകർണന്റെ അനിയത്തിയാണോ? മഴ ശക്തി കൂടിയതും മുന്നോട്ട് പോകാൻ പറ്റാതെയായതും ധ്യാൻ കാർ റോഡിന്റെ സൈഡിൽ നിർത്തിയതും ഇതൊന്നും അറിയാതെ ഷോള് കൊണ്ട് പുതച്ച് മൂടി ഉറങ്ങുന്ന രാധവിനെ നോക്കി അവൻ പിറുപിറുത്ത് സീറ്റിലേക്ക് ചാരി അവളെ നോക്കിയിരുന്നു. ഉറങ്ങുമ്പോൾ എന്തൊരു പാവാണ്, കണ്ടാ കൊഞ്ചിക്കാനെ തോന്നുന്നു. ഇവനീറ്റ് വാ തുറന്നെടുത്ത് പോട്ടക്കറ്റിലിടാൻ തോന്നുന്നു. രാധവിന്റെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകളെ മാടിയൊരുക്കി ധ്യാൻ ചിരിയോടെ പറഞ്ഞു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞതും മഴയുടെ ശക്തി കുറഞ്ഞു. ധ്യാൻ കാറ് മുന്നോട്ടെടുത്തു. ഇത്രയും ടൈം വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവർ വീട്ടിലെത്തുമ്പോൾ വൈകിയിരുന്നു. അൻ്റെതാ ഡേയ് എണീക്കടി. വീട്ടിലെത്തിയിട്ടും അറിയാതെ ഉറങ്ങുന്ന രാധുവിനെ ധ്യാൻ തട്ടി വിളിച്ചു. രാധു ധ്യാനിന്റെ കൈകൾ തട്ടി മാറ്റി ഒന്നുകൂടെ സീറ്റിലേക്ക് ചുരുണ്ടുകൂടി കിടന്നതും ധ്യാൻ കുടിക്കാൻ എടുത്തു വെച്ച ബോട്ടിലെ ബാക്കി വെള്ളത്തിൽ നിന്ന് ഇത്തിരി എടുത്ത് അവളുടെ മുഖത്തേക്ക് തെളിച്ചതും രാധ ഞെട്ടി കണ്ണു തുറന്നു. പെട്ടെന്ന് തൻ്റെ അടുത്ത് ധ്യാനിന്റെ മുഖം കണ്ടതും അവൾ വേഗം അവനെ തള്ളി മാറ്റി. എന്താ? അവൾ അവനെ നോക്കി വിക്കലോടെ ചോദിച്ചു. വീടെത്തി, ഇറങ്ങി. രാധവിനെ നിരുത്തി നോക്കിയതും മതം പറഞ്ഞ് ധ്യാൻ പുറത്തേക്ക് ഇറങ്ങി. ദാ വീടിൻ്റെ കീ, നീ പോയി വാതിൽ തുറക്കും, അപ്പോഴേക്ക് ഞാൻ ബാഗ് എടുത്ത് വെക്കാം. ധ്യാൻ പോക്കറ്റിൽ നിന്ന് വീടിന്റെ ചാവി എടുത്തുകൊണ്ട് അവൾക്ക് നേരെ നീട്ടി പറഞ്ഞു. അതിന് ഞാൻ നിങ്ങളുടെ കൂടെ ഈ വീട്ടിൽ താമസിക്കുന്നില്ല. പിന്നെ? രാധ കയറുപോടെ പറഞ്ഞത് കേട്ട് ധ്യാൻ സംശയത്തിൽ ചോദിച്ചു. ഞാൻ പഴയതുപോലെ ആന്റിയുടെയും മകളുടെയും ഒപ്പം നിന്നോളാം, പേടിക്കണ്ട, അതിന് ചെലവ് എൻ്റെ വീട്ടുകാർ കൊടുത്തോളൂ. രാധ പറഞ്ഞത് കേട്ട് ധ്യാൻ ദേഷ്യം വന്നെങ്കിലും അവനത് അടക്കി നിർത്തി അവളെ നോക്കി. അല്ലാതാ തനിക്കിവിടെ താമസിച്ചാൽ പോരെ? പറ്റില്ല, എനിക്ക് തൻ്റെ കൂടെ താമസിക്കാൻ സൗകര്യമില്ല. വാശി വേണ്ട, അകത്ത് കയറിപ്പോ. ധ്യാൻ പരമാവധി ദേഷ്യം അടക്കി നിർത്തിക്കൊണ്ട് പറഞ്ഞു. ഇല്ല ഇല്ല ഇല്ല, ഞാൻ അങ്ങോട്ട് പോവാം. ധ്യാനെ നോക്കി അതും പറഞ്ഞ് രാധു മഴ വകവെക്കാതെ അപ്പുറത്ത് അവൾ താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഓടാൻ നിന്നതും അതിനു മുമ്പായി ധ്യാൻ അവളുടെ കയ്യിൽ പിടിച്ച് നിർത്തിയിരുന്നു. എന്താടി നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ? ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നിന്നെ കെട്ടിയേ. നിന്നോട് ചെയ്ത് തെറ്റാ, ശരിയാ. അതിന് നീ ഇത്രയും ദിവസം ചെയ്തും പറഞ്ഞു നമുക്ക് ക്ഷമിച്ചു. അത് കേട്ട് ഓവറാക്കാൻ നിന്നാണ്ടല്ലോ എന്നെ മറ്റൊരു മുഖം നീ കാണും. അതുകൊണ്ട് അകത്തേക്ക് കയറി പോകാൻ നോക്ക്. രാധുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ച് ദേഷ്യത്തിൽ ധ്യാൻ പറഞ്ഞു. ആ മുഖേ നിങ്ങളുടെ മറ്റവൾക്ക് കാട്ടി കൊടുക്ക്. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കില്ല. ആദ്യമായി ധ്യാനിനെ ഇത്രയും ദേഷ്യത്തിൽ കണ്ട് രാധൊന്ന് ഭയന്നുവെങ്കിലും അത് പുറമെ കാണിക്കാതെ അവന്റെ കൈക്കുള്ളിൽ നിന്നും തന്റെ കൈ വലിച്ചെടുത്ത് വീറോടെ പറഞ്ഞു. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല ഓൾറെഡി. ധ്യാൻ ദേഷ്യത്തിൽ പറഞ്ഞ് ഷർട്ടിന്റെ കൈമുട്ടിന് മുകളിലേക്ക് തുരുത്തു വെച്ച് അവിടുന്ന് പോകാൻ നിന്ന് രാധവിനെ എടുത്ത് തോളിലിട്ടിട്ട് മുന്നോട്ട് നടന്നു. ഇഷ്ടം പറഞ്ഞ് അവനെ വെറുപ്പിച്ച് അവന്റെ പിറകെ നടക്കുമ്പോൾ പലപ്പോഴും അവൻ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അവന്റെ ഇതുപോലെയുള്ള ഭാവം രാധു ആദ്യമായിട്ട് കാണുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പേടിച്ച് കൊച്ചിന്റെ കിളിയെല്ലാം പോയിരുന്നു. വാതിൽ തുറന്ന് ധ്യാൻ രാധുവുമായി നേരെ മുകളിലേക്ക് പോയി തന്റെ തോളിൽ കിടക്കുന്ന രാധുവിനെ ബെഡിലേക്ക് എറിഞ്ഞു. ആ എന്റെ അമ്മേ! ബെഡിലേക്ക് വീണതും ബോധം വന്നതുപോലെ രാധു ബെഡിൽ എണീറ്റിരുന്ന് ഇടുപ്പിൽ വേദനയുള്ള ഭാഗത്ത് കൈയമർത്തി അലറിപ്പോയി. മിണ്ടാതിരിക്കടി, ഇനി ബോധം കിട്ടുമെന്ന് ധ്യാൻ ദേഷ്യത്തിൽ പറഞ്ഞതും രാധു വേഗം പാവ പൊത്തി പിടിച്ചു. ആ ഇതുപോലെ അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോളണം. മനസ്സിൽ വേണ്ടാത്ത വല്ല ചിന്തയുണ്ടെങ്കിൽ അതെടുത്ത് കളഞ്ഞോ, ഇല്ലേ ശരിയാക്കുന്നതിന് ഞാൻ. മനസ്സിലായോടി? ധ്യാൻ ശബ്ദം കടുപ്പിച്ച് ചോദിച്ചതും രാധു വേഗം മനസ്സിലായെന്ന രീതിയിൽ തലയാട്ടി.
ധ്യാനമളന്ന് തറപ്പിച്ചു നോക്കി മൂളിക്കൊണ്ട് പുറത്തേക്ക് പോയതും രാധവൻ പോയ വഴിയെ ചുണ്ടു കുറിപ്പിച്ച് നോക്കി മനസ്സിലവനെ ചീത്ത പിടിച്ച് വീട്ടിലേക്ക് കിടന്നു. ധ്യാൻ മഴ വകവെക്കാതെ പുറത്തേക്ക് പോയി ഗേറ്റ് അടിച്ച് കാറിന്റെ ഡിക്കിയിൽ നിന്നും തങ്ങളുടെ ബാഗും എടുത്ത് ഉള്ളിലേക്ക് വന്നു. ഡോറ് ലോക്ക് ചെയ്ത് റൂമിലേക്ക് വരുമ്പോൾ അവനെ കണ്ടും രാധവനെ നോക്കി മുഖം പൊട്ടി തിരിഞ്ഞു കിടന്നു. ധ്യാൻ ഫ്രഷായി വരുമ്പോഴേക്കും രാധു അതേ കിടന്നു തന്നെയായിരുന്നു. ഇവൾക്ക് ഫ്രഷ് ആകണം വേണ്ടി ധ്യാൻ മനസ്സിൽ പറഞ്ഞ് റൂമിന്റെ ഡോർ അടച്ചതും രാധവൻ പോയെന്ന ആശ്വാസത്തിൽ കാലിനടിയിലുള്ള പുതപ്പെടുത്ത് മൂടി പൊതിച്ച് കിടന്നു. എന്നാൽ പെട്ടെന്ന് ബെഡിന്റെ മറുസൈഡിൽ പെട്ടെന്ന് ഒരു ഭാരം പോലെ തോന്നിയതും തലഴിച്ച് നോക്കിയ രാധു കാണുന്നത് തൻ്റെ ഒപ്പം ബെഡിൽ കിടക്കുന്ന ധ്യാനിനെയാണ്. നിങ്ങളെന്താ ഇവിടെ? ധ്യാനെ കണ്ടതും രാധു ഞെട്ടി എണീറ്റിരുന്നു കൊണ്ട് ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇവിടെ കിടക്കുന്നതെന്ന്? മാറിക്കിടക്ക്, എനിക്ക് ഉറങ്ങണം. രാധു ധ്യാനിന്റെ ധൈര്യം സംഭരിച്ചുകൊണ്ട് നോക്കി പറഞ്ഞു. അതെന്ത് ഭർത്താനാണ് ഭാര്യയെ? ഭർത്താവ് കിടക്കുന്നത് ഭാര്യയുടെ കൂടെയല്ലേ? രാധവന്റെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ ചെവിക്ക് പിന്നിലേക്ക് ആക്കി കൊടുത്തുകൊണ്ട് ധ്യാൻ പറഞ്ഞതും രാധവന്റെ കൈകൾ തട്ടിമാറ്റി അവനെ തുറച്ചു നോക്കി. ഇരുന്ന് കണ്ണുവിട്ടത് അവിടെ കിടക്കടി. ധ്യാൻ രാധവനെ നോക്കി ശബ്ദം കഴിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, എനിക്ക് നിങ്ങളുടെ കൂടെ കിടക്കണ്ട. അതും പറഞ്ഞ് രാധ എണീറ്റ് പോകാൻ നിന്നതും അതിനു മുമ്പായി ധ്യാൻ അവളെ പിടിച്ചു വലിച്ച് ബെഡിലേക്ക് ഇട്ട് ചുറ്റിപ്പിടിച്ചു. എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? വീടെന്നെ. ധ്യാനിന്റെ പ്രവൃത്തിയിൽ അന്താളിച്ചു പോയ രാധവന്റെ കൈക്കുള്ളിൽ കിടന്ന് കുതിരിക്കൊണ്ട് പറഞ്ഞു. മിണ്ടാതെ കിടക്കടി, ഞാൻ നിന്നെ പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ല. ഓടങ്ങി കിടന്നില്ലെങ്കിലേ പുറത്തും മഴയെ കൊണ്ടിടും ഞാൻ. ധ്യാൻ പറഞ്ഞത് കേട്ടതും രാധവന്റെ കൈകൾ തട്ടി മാറ്റി പുതപ്പ് മൂടി തിരിഞ്ഞു കിടന്നതും അവളെ നോക്കി മനസ്സിലടക്കി ചിരിച്ച് പുതപ്പിന്റെ അറ്റവും പൊതിച്ച് ധ്യാനം കിടന്നു. രാവിലെ ആദ്യം എണീറ്റത് ധ്യാനായിരുന്നു. തന്റെ മേലേക്ക് വലിച്ചിട്ട രാധവിന്റെ കൈയും കാലും എടുത്തു മാറ്റി എണീറ്റ് ഫോൺ എടുത്ത് നോക്കിയതും സമയം 7 കഴിഞ്ഞത് കണ്ട് ധ്യാന്റെ കണ്ണുകൾ പിടിഞ്ഞു. അൻ്റെ അതാ, എണീക്ക് എണീക്ക്. കോളേജിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ ധ്യാൻ രാധവിനെ തട്ടി വിളിച്ചു. ഒന്ന് പോയടാ. ധ്യാന്റെ കൈകൾ തട്ടി മാറ്റി അതും പറഞ്ഞ് രാധ തിരിഞ്ഞു കിടന്നു. ഇവിടെ ഞാൻ. ധ്യാൻ രാധവിനെ നോക്കി പല്ല് കടിച്ച് അവളുടെ ബാഗിൽ നല്ലൊരു അടി വെച്ച് കൊടുത്ത് ബാത്റൂമിലേക്ക് പോയി. ആ അടി കിട്ടിയ വേദനയിൽ രാധ മൂടും താങ്ങി പിടിച്ച് എണീറ്റിരുന്നു. എന്താണോ തനിക്ക്? രാധ ബാത്റൂമിലേക്ക് പോകുന്ന ധ്യാനെ നോക്കിക്കൊണ്ട് ദേഷ്യത്തിൽ ചോദിച്ചു. സമയം നോക്കടി, കോളേജിൽ പോകാനുള്ളതെന്ന ബോധമൊന്നുമില്ല നിനക്ക്? ധ്യാൻ രാധുവിനെ നോക്കി പറഞ്ഞ് ബാത്റൂമിൽ പോയതും രാധ ദേഷ്യത്തിൽ പല്ലിറുമ്പി അഴിഞ്ഞു വീണ് മുടിയെല്ലാം ഉച്ചയിൽ വാരിക്കെട്ടി ബാഗിൽ നിന്നും ബ്രഷും പേസ്റ്റും എടുത്ത് പല്ല് തേച്ച് പുറത്തേക്ക് നടന്നു. അനി ഇവിടെ ഇവിടെ. രാധ മുറ്റത്തൂടെ നടന്ന് പല്ല് തേക്കുമ്പോഴാണ് അപ്പുറത്തെ വീടിന്റെ മുറ്റം അടിച്ചു വാരുന്ന ശോഭയെ കണ്ടത്. അവരെ കണ്ടത് രാധ വിളിച്ചുകൊണ്ട് കൈ വീശി കാണിച്ചു. ആഹാ, രാധുമോളോ, എപ്പോഴാ എത്തിയത്? ഇന്നലെ രാത്രി എത്തി. അങ്കിളെന്തി? ഇവിടെ ഉണ്ട്. ആ, ഞാനിപ്പോ വരാമേ. അത് പറഞ്ഞ് രാധു വേഗം വായും മുഖം കഴുകി ഗേറ്റ് തുറന്ന് അപ്പുറത്തേക്ക് ഓടി. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ വരുന്ന കരുതിയില്ല. തൻ്റെ അടുത്തേക്ക് വരുന്ന രാധുവിനെ നോക്കി ശോഭ പറഞ്ഞു. ക്ലാസ് ഉള്ളതല്ലേ, കൂടെ എക്സാമും എടുത്തതാ, അതാ വേഗം വന്നത്. രാധു ഉമ്മറത്തേക്ക് കയറിയിരുന്നു കൊണ്ട് പറഞ്ഞു. ആഹാ, ആരപ്പീ വരുന്നത്? ഞാൻ വിചാരിച്ചു ഇപ്പൊ ഞങ്ങളെയൊക്കെ മറന്നോന്നു. ശബ്ദം കേട്ട് ഉമ്മറത്തേക്ക് വന്ന് വേണുഗോപാൽ രാധവിനെ കണ്ട് പറഞ്ഞു. അങ്ങനെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ച് കൂട്ടണ്ട കേട്ടോ. രാധവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആയിക്കോട്ടെ മേഡം. മോള് കഴിച്ചോ? ഇല്ല ആൻറ്റി, എന്താ കഴിക്കാനുള്ളത്? വിശക്കുന്നു. രാധു വയറ് തടവിക്കൊണ്ട് ശോഭയോട് പറഞ്ഞു. ഇഡ്ഡലിയും സാമ്പാറുമാണ്, ഞാൻ എടുത്തു വെക്കാം, നിങ്ങൾ കഴിക്കാൻ വാ. അതും പറഞ്ഞ് ശോഭ അകത്തേക്ക് പോയതും വാല് പോലെ രാധുവും അവിടെ പിറകെ പോയി. ഫ്രഷായി ഇറങ്ങി രാധുവിനെ എവിടെയും കാണാൻ ധ്യാൻ ചുറ്റും നോക്കിയിരിക്കുമ്പോഴാണ് കയ്യിലൊരു ബാഗുമായി മൂളിപ്പാട്ടും പാടി ഗേറ്റ് കടന്നു വരുന്ന രാധുവിനെ ധ്യാൻ കാണുന്നത്. നീ എവിടെ പോയതാ? ധ്യാൻ അവളെ കണ്ടത് സംശയത്തിൽ ചോദിച്ചു. ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ പോയതാ. നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിക്കൂടായിരുന്നു? ഞാൻ അപ്പുറത്തുനിന്ന് കഴിച്ചു, പിന്നെ എന്തിനു ഞാൻ ഉണ്ടാക്കണം? അതും പറഞ്ഞ് രാധു ഇനി വേറൊരു സംസാരത്തിൽ നിൽക്കാതെ ഉള്ളിലേക്ക് പോയി. രാധു ഫ്രഷാകാൻ കയറിയെന്ന് മനസ്സിലായതും ധ്യാൻ വേഗം കിച്ചണിലേക്ക് പോയി കാപ്പിയിട്ടു. പിന്നെ അവന് മാത്രം റവ കൊണ്ട് ഇത്തിരി ഉപ്പുമാവ് ഉണ്ടാക്കി എല്ലാം ടേബിളിൽ കൊണ്ടുവച്ച് കിച്ചൺ ക്ലീനാക്കി അച്ചാറ് കുപ്പിയും എടുത്ത് വന്ന് കഴിക്കാനിരിക്കുമ്പോഴാണ് ഫ്രഷായി ഡ്രസ്സ് മാറ്റി കോളേജിലേക്ക് പോകാൻ റെഡിയായി രാധു വന്നത്. എനിക്കെവിടെ? ധ്യാൻ കഴിക്കുന്നത് കണ്ട് രാധു ചോദിച്ചു. നീയല്ല അപ്പുറത്തുനിന്ന് കഴിച്ചെന്ന് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ എനിക്ക് മാത്രം ഉണ്ടാക്കിയുള്ളൂ. അത് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ 5-6 ഇഡ്ഡലിയെ കഴിച്ചുള്ളൂ, അതാണെങ്കിൽ ഫ്രഷായപ്പോൾ ആവിയായി പോയെന്നാണ് തോന്നുന്നത്. രാധു പറഞ്ഞത് കേട്ട് ധ്യാൻ ബാത്റൂമിൽ അവളെ നോക്കി. ഇതിൽ കുറച്ചുണ്ട്, അത് കഴിച്ചോ. എന്നിട്ടും വിശപ്പ് മാറിയില്ലെങ്കിലേ ഫ്രിഡ്ജിൽ ബ്രെഡും ജാമും ഇരിപ്പുണ്ട്, അതും എടുത്ത് കഴിച്ചോ.
ധ്യാൻ പറയേണ്ട താമസം രാധ ഫ്രിഡ്ജിൽ നിന്നും ബ്രെഡിന്റെ പാക്കും ജാമിന്റെ ബോട്ടിലെടുത്ത് കൊണ്ടുവന്ന് അവന്റെ എതിർവശത്തായിരുന്നു. ഇത് വേണ്ടല്ലോ. രാധ പാത്രത്തിൽ ബാക്കിയുള്ള ഉപ്പുമാവ് എടുത്ത് തന്റെ പ്ലേറ്റിലേക്ക് ഇട്ട് ഒരു ഫോർമാലിറ്റിക്ക് എന്നവണ്ണം ധ്യാനം നോക്കിക്കൊണ്ട് ചോദിച്ചു. വേണ്ടായേ, നീ കഴിച്ചോ. താങ്ക്സ്. അതും പറഞ്ഞ് രാധ കഴിക്കാൻ തുടങ്ങിയതും അവളെ നോക്കി നെടുവെറുപ്പിട്ട് തന്റെ പ്ലേറ്റിലുള്ളത് കഴിച്ച് ഉപ്പുമാവിന് പിറകെ രാധ 4 ബ്രെഡ് കൂടി കഴിച്ചതും അവളുടെ വയറ് നിറഞ്ഞിരുന്നു. ദൈവമേ, ഇതിന്റെ വയറ്റിലെന്താ വല്ല കൊക്കപ്പുഴവും എഴുതിരതിച്ച് കുർബാന ചെല്ലുണ്ടാവും. തന്റെ ചായ കൂടി വലിച്ചു കുടിച്ച് ഏമ്പക്കം വിട്ട് പോകുന്നവളെ നോക്കി ധ്യാൻ സ്വയം പറഞ്ഞ് വേഗം പാത്രത്തിലുള്ളത് കഴിച്ച് എല്ലാം കഴുകി വെച്ച് റെഡിയായി കോളേജിലേക്ക് പോകാനുള്ള ബാഗും എടുത്ത് വീടും പൂട്ടി പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് ഗേറ്റിന്റെ അടുത്ത് ആരെയോ കാത്തുന്ന പോലെ നിൽക്കുന്ന രാധവിനെയാണ്. ധ്യാൻ അവളെ നോക്കി ബൈക്ക് സ്റ്റാർട്ടാക്കി അവളുടെ മുന്നിലേക്ക് വന്നു നിർത്തി. കയറി. ധ്യാൻ രാധവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എങ്ങോട്ട്? എന്നെ പോലെ കണ്ടവന്മാർക്ക് കയറാനുള്ള ബൈക്ക് അല്ലല്ലോ ഇത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇതിൽ പോയാൽ മതി, ഞാൻ വരത്തില്ല. രാധ മുൻപ് ധ്യാൻ പറഞ്ഞത് ഓർത്തെടുത്ത് അവനോട് പറഞ്ഞ് അതിലെ പോയൊരു സീനിയർ ചെക്കൻ്റെ ബൈക്കിന് കൈ കാണിച്ച് അവൻ്റെ കൂടെ പോയതും ധ്യാൻ അവൾ പോയ വഴിയെ നോക്കി പല്ല് കടിച്ചു.